സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് വിങ്ങിപ്പൊട്ടി മിഥുന് ആദരാഞ്ജലി അർപ്പിച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മിഥുന്റെ അച്ഛമ്മ മണിയമ്മയെ തിരികെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിലായിരിക്കും മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശാസ്താംകോട്ട ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം 12 മണിയോടെ അടുപ്പിച്ചാണ് സ്കൂളിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. സ്കൂളിലെത്തി കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. ഇരുമ്പ് ഷീറ്റിട്ട ഷെഡിന് മുകളിലാണ് ചെരുപ്പ് വീണത്. ഇത് എടുക്കാൻ വേണ്ടി മിഥുൻ മുകളിലേക്ക് കയറുകയായിരുന്നു. ഷീറ്റിന് മുകളിൽ ബെഞ്ചിട്ടു. അതിനിടെ തെന്നിയപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി ലൈനിൽ കൈ തട്ടുകയായിരുന്നു. ഷോക്കേറ്റത് കണ്ട് ഓടിയെത്തിയ അധ്യാപകർ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത ശേഷം മിഥുനെ താഴെയിറക്കി. ഉടൻ തന്നെ ശാസ്താംകോട്ട ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മിഥുന്റെ മരണമുണ്ടാക്കിയ ദുഃഖത്തിലാണ് വിളന്തറ ഗ്രാമം മുഴുവൻ. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. കാൽപന്ത് കളിയിൽ മിടുക്കനായ കുട്ടിയായിരുന്നു. വീടിന്റെ തൊട്ടു മുന്നിൽ തന്നെയായിരുന്നു മിഥുന്റെ കളിയിടം. ആ ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം പന്ത് തട്ടേണ്ടിയിരുന്നവനാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയത്. അവന്റെ മരണം നിറച്ച ശൂന്യതയാണിവിടെ. ഈ ഗ്രൗണ്ടിൽ നിന്നും ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് യാത്ര പറഞ്ഞു പോയതായിരുന്നു മിഥുൻ. ഇന്നലെ വരെ തല്ലുകൂടാനും കളിക്കാനും ഒരുമിച്ചുണ്ടായിരുന്നവർ ഇനി തിരിച്ചു വരില്ല. കഴിഞ്ഞ ദിവസം വരെ തല്ലുകൂടാനും കളിക്കാനും ഒരുമിച്ചുണ്ടായിരുന്നവൻ ഇനി തിരിച്ചു വരില്ല എന്ന അറിവിൽ സഹപാഠികളും വേദനയിലാണ്. തേവലക്കര സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. എന്തായാലും ഇപ്പോൾ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹം പിന്നീട് വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു. വൈകിട്ടോടുകൂടി വിളന്തറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്യും. മിഥുന്റെ മരണത്തിൽ ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായി. സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കണ്ടെത്തിയ പ്രധാന അധ്യാപിക സുജയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. KSEB അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കെതിരെയും നടപടിയുണ്ടാകും. KSEB പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഇന്ന് വൈകുന്നേരത്തോടെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തും. മാനേജ്മെന്റ് പ്രധാന അധ്യാപികയെ ബലിയാടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം. സ്കൂളിന് കുറുകെയുള്ള വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിയും ഉടൻ തന്നെ ആരംഭിക്കും. മിഥുൻ മരിച്ച സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ KSEBയും സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ പരസ്പരം പഴിചാരിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കർശന നിലപാടെടുത്തതും പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതും.